അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സലഫി അഖീദയും അശരി അഖീദയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമാകും വിധം നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്ത് പോലെ അശരി അഖീദ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർ തൗഹീദിനെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്ന ആശയങ്ങളിൽ ചില ന്യൂനതകളുണ്ടെന്നും അതേപോലെ തന്നെ ശിർക്കുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൽ അവർക്ക് പിഴവുകളുണ്ട് എന്നും ബോധ്യപ്പെടുത്തണമെന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറായിട്ടുള്ളത് എന്ന് ആമുഖമായി അറിയിക്കുന്നു. ഇവിടെ സലഫികൾ വാദമായി ഉന്നയിച്ചിട്ടുള്ളത് മരണപ്പെട്ടവരെല്ലാം കേൾക്കുകയും റബ്ബിനോട് ശഫാഅത്ത് ചെയ്തോ മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഇവിടെ ബറേൽവികളും സമസ്തക്കാരുമൊക്കെ ചെയ്യുന്ന പോലെ വിധിജയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിളിച്ചു തേടുന്നത് ഹറാമും ഷിർക്കുമാകുന്നു എന്നാണ് നമ്മൾ വാദിച്ചിട്ടുള്ളത്. ഇവിടെ സ്വന്തമായി സ്വയം കഴിവുകൊണ്ട് കേൾക്കുമെന്നോ സ്വയം കഴിവുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നോ വിശ്വസിക്കണമെന്നില്ല ഷിർക്ക് വരാൻ എന്നുള്ളതാണ്. റബ്ബിൻ്റെ കുദറത്തിൽപ്പെട്ട കാര്യങ്ങൾ, അൽ ഖുദറത്തുൽ ഇലാഹിയ, അതായത് നമുക്ക് ഹിദായത്ത് നൽകുക, നമ്മുടെ പാപങ്ങൾ പൊറുക്കുക, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, നരകമോചനം തരിക, ഖുർആനും സുന്നത്തുമൊക്കെ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യത, ഫഹ്മ് അത് നൽകുക, അതേപോലെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ ആഫിയത്തിന് നൽകുക ഇത്യാദി റബ്ബിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട അഫ്ആലുല്ലാഹിയിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് തന്നെ ഏതെങ്കിലും സൃഷ്ടികളും കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്നതാണ് വാദം. ഇതിന് ഇസ്തിശ്ഫാഇൻ്റെ ഒരു മറയാണ് സാധാരണ നമ്മുടെ നാട്ടിലെ അഖീദയിൽ പിഴച്ച ആളുകൾ സ്വീകരിക്കാറുള്ളത് എന്നത് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്തിശ്ഫാ എന്ന് പറഞ്ഞാൽ ഷഫാഅത്തിന് തേടുക. പലരും പറയാറുള്ളത് ഞങ്ങൾ അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, അവരോട് ദുആ ചെയ്യുന്നില്ല, ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യുന്നില്ല, മറിച്ച് അവരോട് ഞങ്ങൾ ഷഫാഅത്തിന് ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നതാണ്. അതായത് ഞങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, ഇപ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചാൽ അദ്ദേഹം ഒരു ഷഫീർ മാത്രമാണ്, ബദരീങ്ങളെന്ന് വിളിച്ചാൽ ബദരീങ്ങൾ ശുഫാ മാത്രമാണ് എന്നുള്ള ഒരു വിശ്വാസം. യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്കിടയിൽ സംഭവിച്ച ഉലൂഹിയത്തിലെ ഷിർക്ക് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അവർ ആരെയാണോ വിളിച്ചത് അതിൽ പലരും മഹത്തുക്കളാണ്. അവർ ലാത്തിനെ വിളിച്ചു, അദ്ദേഹം ഒരു മഹാത്മാവാണ്. അതേപോലെ തന്നെ ജുബരീലിനെയും അതേപോലെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഒക്കെ വിളിച്ചവർ ആ കൂട്ടത്തിലുണ്ടായിരിക്കും. അവരൊക്കെ ഇവരെക്കുറിച്ച് വിശ്വസിക്കുന്നത് അവരാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നോ അവരാണ് സ്വയം കഴിവുള്ളവരെന്നോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ളവരാണ്, അവർ അള്ളാഹുവിൻ്റെ അരികിൽ തങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്ന വിശ്വാസത്തിൽ. അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ഇവരുടെ വിളിയുടെ പരിധിയിലില്ല, എന്നിട്ട് പോലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിൽ അവർ വിളിക്കും. ഉത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ട് ശഫാഅത്ത് ചെയ്ത് വാങ്ങിച്ചു തരിക എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ അവർ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഇങ്ങനെ അംബിയായിനെയും ഔലിയായിനെയും വിളിക്കുന്നതിനെ ഞങ്ങൾ അവരോട് ശഫാഅത്ത് തേടുക മാത്രമാണ് എന്ന് പറയുന്ന ഈ ഇസ്തിശ്ഫാ അത് ഷിർക്കാകുന്ന ഇസ്തിഗാസയാകുന്നു എന്നാണ് സലഫികളുടെ വാദം. ഇവിടെ പ്രിയ സുഹൃത്ത് നവാസ് മന്നാനി ഇതിനെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പല വിഷയങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലാദ്യം അദ്ദേഹം എഴുതി തരുന്നത് ഖബറിൽ ജീവിച്ചിരിക്കുന്ന മയ്യത്തിന്, അത് ഖബറിൽ ജീവിച്ചിരിക്കുന്ന എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തി. ആ പ്രയോഗം തന്നെ തെറ്റ്. ഖബറിൽ ഏതെങ്കിലും മഹാത്മാവ് നേർക്കുനേരെ ഇവിടെ ദുനിയാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോലെ ജീവിച്ചിരിക്കുന്നതായി നമുക്ക് ഒരിക്കലും നിശ്ചയിക്കുക സാധ്യമല്ല. അവിടെ ബർസഖിയായ ഒരു ജീവിതമുണ്ട്. രാവിലെയും വൈകുന്നേരവും അവിടെ ഉണർന്നിരിക്കുകയും എഴുന്നേറ്റിരിക്കുകയും സത്യവിശ്വാസികൾക്ക് അനുഭൂതികൾ നൽകുകയും സത്യനിഷേധികൾക്ക് ഖബറിൻ്റെ ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നല്ലാതെ ദുനിയാവിൽ നമുക്ക് പരസ്പരം വ്യവഹാരങ്ങൾ നടത്താവുന്നതുപോലെ ദുനിയാവിൽ നിന്ന് അവരോടും വ്യവഹാരം നടത്താം എന്ന മട്ടിൽ അവർ ജീവിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദയ്ക്ക് എതിരാണ്. കാരണം ആ ലോകത്തിൻ്റെ പേര് തന്നെ ആലമുൽ ബർസഖ് എന്നാണ്, മറയുടെ ലോകം. ഈ ദുനിയാവുമായി ആ ലോകത്തിന് വലിയൊരു മറയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വ്യവഹാരങ്ങൾ യഥേഷ്ടം നടത്താൻ പറ്റുമെങ്കിൽ ആ മറ എന്നതിന് പ്രസക്തിയില്ല. അപ്പം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഖബറിൽ ജീവിച്ചിരിക്കുന്ന മയ്യത്തിന് മാത്രമല്ല, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മയ്യത്തിനു പോലും സ്വയമായി കേൾക്കാനോ സ്വയമായി സംസാരിക്കാനോ സ്വയമായി കാണാനോ മറ്റൊരാളെ സ്വയമായി സഹായിക്കാനോ കഴിയുകയില്ല എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. നമ്മൾ പറയുന്നു സ്വയമായി എന്നല്ല. മറമാടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് കേൾക്കുന്ന സാഹചര്യം പോലും സാധാരണഗതിയിൽ നിലനിൽക്കുന്നില്ല.
എന്നാൽ അള്ളാഹു കേൾപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിചാരണയുടെ സമയത്ത് അവർക്ക് ആത്മാവ് തിരിച്ചു കൊടുക്കുകയും അവരെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും അവരെ കേൾപ്പിക്കുകയും എന്നിട്ട് മുൻകർ നക്കീർ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇതല്ലെങ്കിൽ ഇവർ പറയുന്നു ഏത് സമയത്തും അള്ളാഹു കൊടുത്ത കഴിവുണ്ട് എന്നതാണോ? ഏതൊരു സമയത്ത് ഒരു മഹാത്മാവിനെ വിളിച്ചാലും ഇസ്തിഗാസ നടത്തിയാലും ഏത് സമയത്ത് ഇസ്തിഗാസ നടത്തിയാലും അവർ കേൾക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിവിടെ വ്യക്തമാക്കപ്പെടണം. എല്ലായ്പ്പോഴും കേൾക്കുക എന്ന അവസ്ഥ മരണപ്പെട്ട മഹാത്മാക്കൾക്കുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം അത് തീർച്ചയായിട്ടും ശിർക്കിലേക്ക് നയിക്കും. അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നോ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നോ ഷഫാഅത്ത് തേടിയാൽ ഷിർക്കോ ഹറാമോ ആവില്ല എന്നാണ് നമ്മളിവിടെ വാദത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ സമസ്തക്കാരൊക്കെ ബദരീങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ പറയുമ്പോഴും അവർ പറയുന്ന ന്യായം ഷഫാഅത്ത് തേടുക എന്നാണ്. ഇങ്ങനെ മരണപ്പെട്ടവരോട് ഷഫാഅത്ത് തേടുക എന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിന് മുമ്പായി എന്തുകൊണ്ടാണ് ഷഫാഅത്തെ നമ്മൾ ഇത്ര കർശനമായി ആ ഷഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ വിളിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയുന്നത്? മക്കാ മുശ്രിക്കുകളുടെ ഇലാഹുകൾ ശുഫാ ആണ് എന്നാണ് അവർ വിശ്വസിച്ചത്. വമാ നറാ മഅക്കും ശുഫാഅക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. പരലോകത്തെല്ലുമ്പം നിങ്ങളുടെ ഷഫീഉമാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ല. അത് അവരുടെ ഇലാഹുകളെ കുറിച്ചാണ്. അല്ലദീന സഅംതും, നിങ്ങൾ അവരെക്കുറിച്ച് വാദിച്ചത് അന്നഹും ഫീക്കും ശുറക്കാ, അവർ നിങ്ങളിൽ പങ്കാളികളാണ്. ലഖത് തഖത്തഅ ബൈനക്കും, നിങ്ങൾക്കിടയിൽ ബന്ധം മുറിഞ്ഞുപോയി. വളല്ല അൻകും മാ കുൻതും തസൂമൂൻ, നിങ്ങൾ വാദിച്ചിരുന്നതൊക്കെ നിങ്ങളിൽ നിന്ന് തെന്നിമാറിപ്പോയി എന്ന് സൂറത്തുൽ അൻആമിലെ 94-ാമത്തെ ആയത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ അവർ ഉത്തരം ചെയ്യും, കേൾക്കും, എന്നിട്ട് റബ്ബിനോട് ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും എന്ന് വിശ്വസിച്ച ആളുകളോട് ആ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല എന്ന് ഖുർആൻ ക്ലിയർ ആക്കുകയാണ്. ഇനി വീണ്ടും ഖുർആൻ പറയുന്നു, ഫഹല്ലനാ മിൻ ശുഫാ, അതല്ല ഇനി ഞങ്ങൾക്ക് വല്ല ഷഫീമാരുമുണ്ടോ? ഫയഷ്ഫൗലന, എന്നിട്ട് അവർ ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുമോ? അതല്ല നുറദ്ദു, ഞങ്ങൾ വീണ്ടും മടക്കപ്പെടുമോ? എങ്കിൽ ഫനഅമല ഗൈറല്ലദീ കുന്നാ നഅമൽ, നേരത്തെ ഞങ്ങൾ ചെയ്തിരുന്നതല്ലാത്ത അമലുകളൊക്കെ, അതായത് ഷഫീമാരൊക്കെ വിളിച്ചു തേടിയല്ലോ, അതല്ലാത്ത റബ്ബിനെ മാത്രം വിളിച്ചു തേടുന്ന അമലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ഖദ് ഖസിറു അൻഫുസഹും, അവർക്ക് തന്നെ നഷ്ടം വരുത്തി വെച്ചു. വളല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ, അവർ വ്യാജമായി ഉണ്ടാക്കിയതൊക്കെ അവരിൽ നിന്ന് തെന്നിപ്പോയി എന്നാണ്. ഷഫീമാരൊക്കെ പോയി. അപ്പോൾ ഷഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ വിളിച്ചവരൊന്നും കൂടെയില്ല, അവരൊക്കെ മാറിപ്പോയി. ഷഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ ജീലാനി എന്ന് വിളിക്കാം എന്ന് മാത്രമല്ല, ആ വിളിച്ചാൽ ഷഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും. ഒരു പടി കൂടി മുൻകടന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ബറേൽവികൾ, സമസ്ത വിശ്വാസങ്ങളുള്ള ആളുകളൊക്കെ മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കും. മുഅ്ജിസത്തുള്ളത് കൊണ്ടാണ്, കറാമത്തുള്ളത് കൊണ്ടാണ് അവർക്ക് ഇപ്രകാരം കഴിയുന്നത് എന്നൊരു ന്യായം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് നവാസ് മന്നാനി ആ വിഷയത്തിൽ എങ്ങനെ വിശ്വാസം വെച്ച് പുലർത്തുന്നു എന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഖുർആൻ വീണ്ടും പറയുന്നു, വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫാ, എന്താണ്, അവർക്ക് അവരുടെ പങ്കാളികളിൽ ശുപാർശകരില്ല. വക്കാനു ബി ശുറകാഇഹിം കാഫിരീൻ, അവർ അവരുടെ പങ്കാളികളെ നിഷേധിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ അവർ ആര് തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുമെന്ന് വിശ്വസിച്ചോ അവരൊക്കെ തള്ളും. ഇത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അമിത്തഖദു മിൻ ദൂനില്ലാഹി ശുഫാ, അള്ളാഹുവിനെ കൂടാതെ ഷഫീഉമാരെ അവർ സ്വീകരിക്കുകയാണോ? ഇവിടെ ഞങ്ങൾക്ക് അബ്ദുൽ ഖാദർ ജീലാനി ഷഫീആണെന്നാണ് പറയുന്നത്. ഇവിടുത്തെ സമസ്തക്കാർ മുനമ്പത്തടിഞ്ഞ ബീവിയെക്കുറിച്ചും ഓച്ചറ ഉപ്പാപ്പയെക്കുറിച്ചും അതേപോലെ തന്നെ ഉള്ളാള തങ്ങളെക്കുറിച്ചുമൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഖുൽ, പറയുക, അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ, അവർ യാതൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ലെങ്കിലോ, വലാ യഖ്ലൂൻ, അവർ ചിന്തിക്കുന്നുമില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ വിളിച്ച് തേടാം. മരണപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരാനുള്ള മിൽക്കിയത്ത്, അല്ലാതെ അല്ല ചോദിക്കുന്നതൊക്കെ തരാനുള്ള മിൽക്കിയത്ത് എന്നല്ല. അത് അങ്ങനെ ഒരു വിശ്വാസമല്ലല്ലോ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ശഫാഅത്തിന് പ്രസക്തിയില്ലല്ലോ. തങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹുകളൊക്കെ സ്വയം കഴിവുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തരുമെങ്കിൽ പിന്നെ റബ്ബിലേക്കുള്ള ശുഫാ ആണ് എന്നവരെക്കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യം എന്താ? അവരുടെ ന്യായം ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, തങ്ങളുടെ ആലിഹുകളെക്കുറിച്ച് പറഞ്ഞു, അവർ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങൾക്ക് ശുപാർശകരാണ്. അപ്പോൾ അള്ളാഹുവിങ്കൽ ശുപാർശകരാണ് എന്ന വിശ്വാസം മാത്രം അവർ വെച്ച് പുലർത്തിയിട്ടും അതിന് ആലിഹത്ത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. ഇനി ഇതിനർത്ഥം ഷഫാഅത്തില്ല എന്നല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട്, പ്രത്യേകിച്ച് മഹാത്മാക്കൾ, പണ്ഡിതന്മാർ, അമ്പിയാക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അവരുടെ അരികിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണമെന്ന് പറയാം. അത് ഇസ്ലാം അംഗീകരിച്ചാണ്. ഇസ്തിശ്ഫാ എന്ന് പറയുമ്പോൾ അതിൽ അനുവദിക്കപ്പെട്ടതുമുണ്ട്, ഹറാമായതുമുണ്ട്. ഹറാമായതിൽ തന്നെ ശിർക്കായതുമുണ്ട്. ജീലാനി കാക്കണമെന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, ഹറാമാണ്. അതാണ് നമ്മൾ സ്ഥാപിച്ചതിൻ്റെ ചുരുക്കം.
ജീവിച്ചിരിക്കുന്ന കാലത്ത് അബ്ദുൽ ഖാദർ ജീലാനി അടുത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനും ഇസ്തിഗ്ഫാർ എന്ന് തന്നെ പറയാം. അതൊരു വിശാലമായ പദപ്രയോഗമാണ്. അതാണ് ഇസ്തിഗാസ എന്ന ഒരു സംഗതിയായി, ഒരു ശിർക്കൻ പ്രവർത്തനമായി ഷിയകളിലും പിന്നീട് നമ്മുടെ നാട്ടിലുള്ള പല മുസ്ലിങ്ങളും വന്നിരിക്കുന്നത്. ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെയൊക്കെ ചില പണ്ഡിതന്മാർ, നേരത്തെ സംസാരിച്ചത് മറ്റൊരു മന്നാണ്, അദ്ദേഹത്തെപ്പോലുള്ള ആളുകളൊക്കെ എന്താണ് ഇവിടെയുള്ള സമസ്തക്കാരൊക്കെ യഥാർത്ഥ അഹ്ലുസുന്നയാണ് എന്ന് വരെ പ്രത്യക്ഷമായി സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു അടിസ്ഥാന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല എന്ന് മാത്രം. ഇനി തബ്ലീഗ് ജമാഅത്തുമായി സഹകരിച്ചു പോരുന്ന ആളുകൾ തന്നെ ഇദ്ദേഹം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരിൽ അത് അടിച്ചേൽപ്പിക്കുന്നില്ല. സംസാരിക്കുന്ന നവാസ് മന്നാനിയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ഉൾക്കൊള്ളുന്നില്ല, അംഗീകരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയണം. അങ്ങനെ ഹക്ക് ഇവിടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടാൻ ഒരു അവസരം കിട്ടട്ടെ എന്നുള്ള നിലക്ക് മാത്രമാണ്. ദറൂദെ ഷരീഫ് സലാത്തിൻ്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ആമുഖം എഴുതുമ്പോൾ മറ്റൊരു ഇമാമിൻ്റെ, ഒരു പണ്ഡിതൻ, അദ്ദേഹം ഹജ്ജിന് പോകാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതിന് അദ്ദേഹം കാഞ്ഞാർ മൂസ മൗലവി വിവർത്തനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നു, ഇത് ശരിയായ ശിർക്കാണ്. ഷഫാഅത്തിൻ്റെ പേര് പറഞ്ഞ് ന്യായീകരണം പറയാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്ത് ഷിർക്കില്ലെന്നൊരവസ്ഥയായിരിക്കും വരിക. അബൂജഹൽ വരെ മുശ്രിക്കല്ലെന്ന അവസ്ഥയായിരിക്കും വരിക. നിങ്ങൾ നോക്കും, നബിയുടെ വിരഹ ദുഃഖത്താൽ ഞങ്ങൾ മൊത്തം കഷ്ടത്തിൽ, കരുണക്കടലാൻ നബിയുള്ള കരുണ ചെയ്യുക ഞങ്ങൾക്ക്, ആശ്രിതരായവർ ഞങ്ങൾക്ക് ഹൃദയ വെളിച്ചം തരണമേ, കരുണ ചൊരിയണ നബിയുള്ള. ഇവിടെ നബിയെ വിളിച്ചിട്ട് റഹമത്ത് തരണേ, യാ റസൂലല്ലാഹി റഹംനി എന്ന് പറയുന്ന, യാ നബി അല്ലാഹി റഹംനി എന്ന് പറയുന്ന അവസ്ഥ, ഇത് കേവലം ഒരു ഷഫാഅത്തിന് ചോദിക്കലല്ല. അള്ളാഹു കൊടുത്ത മുഴുസത്തിൻ്റെ കഴിവുകൊണ്ടോ മറ്റോ തങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ റബ്ബിനോട് ചോദിക്കേണ്ട റഹ്മത്താണ് ഇവിടെ നബിയോട് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊരാൾ ചെയ്ത കാര്യമാണ്, മറ്റൊരു ഇമാം ചെയ്തതിനെ വിവർത്തനം ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകളെ പിടിച്ചാലും. ആരോടാണ് പറയുന്നത്? ഈ എംസിക്കിനി വൈദ്യനെ ഞങ്ങളുടെ കൈകൾ പിടിക്കണമെന്ന്? അള്ളാഹുവിൻ്റെ റസൂലോട് നബി നഊദുബില്ല. അനാഥകളാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ള. ഇത് ജീവിച്ചിരിക്കുന്ന നബിയോട് ഒരു ഭരണാധികാരി എന്നുള്ള സംരക്ഷണം ഞങ്ങൾക്ക് തരണം എന്നല്ല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിൽ ചെന്ന് ഞങ്ങൾക്ക് അഭയം തരണേ. അഭയം ചോദിക്കേണ്ടത് ആരോടാ? റബ്ബിനോടാ. മക്കയിലെ മുശ്രിക്കുകൾ പോലും റബ്ബല്ലാതെ അഭയം തരികയില്ല എന്ന് കൃത്യമായി വിശ്വസിച്ചവരാണ്. യുജീറു വലാ യുജാറു അലൈഹി. മക്കയിലെ മുശ്രിക്കിൻ്റെ വിശ്വാസമാണ് അള്ളാഹുവാണ് അഭയം നൽകുന്നത്, അവനെതിരെ അഭയം നൽകപ്പെടുകയില്ല എന്ന് കൃത്യമായി. അതിനുപോലും എതിരായിട്ടാണ് ഈ പ്രയോഗം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തന്നിഷ്ടത്താൽ കുഴഞ്ഞവനായി, സ്വയം പുകഴ്ത്തി കളഞ്ഞവനായി, അനാഥനായി വരുന്നൊരു ദാസൻ മാപ്പ് നൽകുക നബിയുള്ളാ. നബിയോട് പൊറുക്കലിനെ തേടുകയാണ്. ഇവിടെ ഇർത്തക്കബ്തൊക്കെ ചൊല്ലുന്ന പോലെ. അവസാനം മൂസ മൗലാന എന്നവർക്ക് ദുആ ചെയ്യണേ നബിയുള്ള എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം, ഇങ്ങനെയുള്ള ദുആകൾ, ഈ അശ്അരി വിശ്വാസമാണ് ഞങ്ങൾ വെച്ചു പുലർത്തുന്നത്, അത് ഇസ്തിഗ്ഫാർ തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ അതിലൊരാളെ ഞാൻ എടുത്തു പറഞ്ഞു. ആ വിശ്വാസം ഇവിടെ സംവദിക്കുന്ന ആളുടെ വിശ്വാസമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഇവിടെ നമുക്കിപ്പോൾ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് വേർതിരിക്കാൻ കഴിയില്ലല്ലോ. പൊതുവായി കണ്ടുവരുന്ന കാര്യങ്ങൾ, അവരവലംബിക്കുന്ന കിതാബുകൾ, അവരുടെ ക്ലാസ്സുകൾ, അവരുമായുള്ള ബന്ധങ്ങൾ, ഇത് വെച്ചിട്ടുള്ള വിശ്വാസങ്ങളിൽ ന്യൂനതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് മാത്രമാണ് ഇത് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ പ്രത്യക്ഷമായ തെറ്റാണ് എന്ന് നിങ്ങൾ പറയുക. അപ്പം അത്രയും ആളുകൾക്കെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അതൊരു നിമിത്തമാകട്ടെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഷഫാഅത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഷഫാഅത്ത് ചെയ്യണേ എന്ന് പറയാൻ അനുവദിക്കപ്പെട്ട ഇസ്തിഗ്ഫാറാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് ഷഫാഅത്ത് ചെയ്യണേ എന്ന് പറയാൻ പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. പക്ഷേ ഷഫാഅത്തുണ്ട്, അത് പരലോകത്താണ്. അഷഫാഅത്തുൽ ഉളുമ മുതൽ 9 തരം ഷഫാഅത്തുകൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യക്തമായി അംഗീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും ആരാണോ ഷഫാഅത്ത് ചെയ്യുന്നത് അയാളെ വിളിച്ചാൽ അയാളുടെ തന്നിഷ്ടപ്രകാരം നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നൊരു സാഹചര്യമല്ല. ആ ഷഫാഅത്ത് കിട്ടണമെങ്കിൽ പോലും റബ്ബിനോട്, ഇപ്പോൾ റബ്ബിനോട് അല്ലാഹുമ്മ റസുഖ്നാ ഷഫാഅത്തഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിനെ ഞങ്ങൾക്ക് തരണേ എന്ന് റബ്ബിനോട് വേണമെങ്കിൽ തേടാം, അല്ലാഹുമ്മ റസുഖ്നാ ഷഫാഅത്തഹു. അല്ലാതെ മുഹമ്മദ് നബി അങ്ങയുടെ ഷഫാഅത്ത് എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ അത് റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഈ ഷഫാഅത്തിലൂടെ നേടിത്തരുമെന്ന മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തുല്യമായ വിശ്വാസമായതുകൊണ്ട് തേട്ടം റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. റബ്ബിനോട് തേടേണ്ട കാര്യങ്ങളിൽ മുഹമ്മദ് നബിയെ പങ്കുചേർത്തതുകൊണ്ട്, അല്ലെങ്കിൽ ജീലാനിയെ പങ്കുചേർത്തതുകൊണ്ട്, അല്ലെങ്കിൽ മഹാത്മാക്കളെ പങ്കുചേർത്തതുകൊണ്ട് അത് ശിർക്കായി തീരുമെന്നുള്ളതാണ് വാദം. ബാക്കി ഖണ്ഡനങ്ങളിലും അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള നമ്മുടെ ചോദ്യോത്തരങ്ങളിലും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. നുഐം ഇബ്നു ഹമ്മാദ് അദ്ദേഹം
പിന്നെ റഹ്മഹുല്ല, ഷെയ്ഖ് ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞു, ലാ യുസ്തആദു ബിൽ മഖ്ലൂഖി വലാ ബി കലാമിൽ ഇബാദി വൽ ജിന്നി വൽ ഇൻസി വൽ മലായിക. ഒരു സൃഷ്ടിയോട് ശരണതേട്ടം പാടുള്ളതല്ല. ഇവിടെ നേരത്തെ ഞാൻ ഉദാഹരിച്ച വരിയിൽ മുഹമ്മദ് നബിയോടാണ് ശരണതേട്ടം നടത്തുന്നത്. വലാബി കലാമിൽ ഇബാദ്, അടിമകളുടെ കലാമിനോട് അല്ലെങ്കിൽ കലാം മുഖേന. വൽ ജിന്ന്, ജിന്നുകളോടോ ഇൻസിനോടോ മലായിക്കത്തിനോടോ പാടില്ല. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, അന്നൽ ഖുർആന ഗൈറു മഖ്ലൂഖിൻ, ഖുർആൻ എന്തല്ല, സൃഷ്ടിയല്ല. ഇത് ലൗകാന മഖ്ലൂഖൻ, അത് സൃഷ്ടിയായിരുന്നെങ്കിൽ ലം യസ്തഇദ് ബിഹാ, ഖുർആൻ മുഖേന ശരണതേട്ടം ഉണ്ടാകുമായിരുന്നില്ല. ഇതിലാ യുസ്തആദു ബി മഖ്ലൂഖിൻ, കാരണം എന്താണ്, ഒരു സൃഷ്ടിയോട് ശരണതേട്ടം പാടില്ല അല്ലെങ്കിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെ. അതിൻ്റെ കാരണം എന്താ, ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിട്ട് ഫസ്തഇദ് ബില്ലാ, നീ അള്ളാഹുവോട് മാത്രം ശരണതേട്ടം നടത്തിക്കൊള്ളുക. ഇത് ഫത്ഹുൽ ബാരിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ്. അഖീദത്ത് തഹാവിയുടെ ശറഹിൽ ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, വലം യകൂനു യഅ്തഖിദൂന ഫിൽ അസ്നാമി അന്നഹ മുശാരിക്കത്തു ലില്ലാഹി ഫി ഖൽഖിൽ ആലം. മക്കയിലെ മുശിരിക്കുകൾ ഒരിക്കലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല. ബൽ കാന ഹാലുഹും ഫിഹാ കഹാലി അംസാലിഹിം മിൻ മുശിരിക്കി അൽ ഉമം മിനൽ ഹിന്ദി വ തുർക്കി വൽ ബർബരി വഗൈരിഹിം. ഈ രാജ്യങ്ങളിലൊക്കെയുള്ള മുശിരിക്കുകൾക്ക് തുല്യമായ അവസ്ഥ തന്നെയാണ് അവരുടെയും അവസ്ഥ. താറത്തൻ, ചിലപ്പോൾ യഅ്തഖിദൂന, അവർ വിശ്വസിക്കുന്നത്, അന്നഹാദിഹി തമാതീലു ഖൗമിൻ സ്വാലിഹീന, സ്വാലിഹികളായ ജനതയുടെ പ്രതിമകളാണ് ഇവ. തീർച്ചയായും മിനൽ അംബിയായി വസ്സാലി, അതായത് അംബിയാക്കളും സാലിഹുകളുമായിട്ടുള്ള. വയത്തഖിദൂനഹും ശുഫാ, അവരെ ശുഫാ ആയിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഇസ്തിഷ്ഫ ആണ് നടക്കുന്നതെന്ന് അർത്ഥം. വയത്തവസ്സലൂന ബിഹിം ഇലല്ലാഹ്, അവർ മുഖേന അള്ളാഹുവിലേക്ക് തവസ്സുലാക്കുന്നു. വഹാദ കാന അസ്ലു ഷിർക്കിൽ അറബി, ഇതാണ് അറബികളുടെ ഷിർക്കിൻ്റെ ആധാരം എന്ന് ഷർഹുൽ അഖീദയിൽ ഇബ്നു അബിൽ ഇസ് പ്രഖ്യാപിച്ച കാര്യം ഇസ്തിഷ്ഫായിൻ്റെ വിഷയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدني علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. ارتكبت على الخطا غير حسر وعدد، لك أشكو فيه يا سيدي خير النبي. أمة سيدنا ومولانا محمد. بسم الله الرحمن الرحيم. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا. قال تعالى: فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ബഹുമാനമുള്ള സ്നേഹമുള്ള ഗ്രൂപ്പ് അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കാനും നമുക്കേവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സലഫി ആശയത്തിൻ്റെ പിഴവുകളാണ് നമ്മുടെ സലഫി വിഭാഗത്തിൽ നിന്നുള്ള ഷംസുദ്ദീൻ ഇബ്നു ഫരീദ് എന്ന സലഫി പണ്ഡിതൻ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പിഴവിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ ലാസ്റ്റ് വോയിസിൽ പറയുന്നതാണ്. ഇസ്ലാമിൽ
രണ്ട് ഷിർക്കിനെയാണ് പരിചയപ്പെടുത്തുന്നത്. മൂന്നാമതൊരു ഷിർക്ക് ഇസ്ലാമിൽക്ക് പരിചയമില്ല. സലഫികൾ വിശദീകരിക്കുന്ന ഷിർക്ക് ഇസ്ലാമികമല്ല, ഇസ്ലാമുമായിട്ട് ആ ഷിർക്കിന് ബന്ധമില്ല. ഒന്നാമത്തെ ഷിർക്ക് വിശ്വാസത്തിൽ വരുന്ന ഷിർക്കാണ്. രണ്ടാമത്തെ ഷിർക്ക് ഇബാദത്തിൽ വരുന്ന ഷിർക്കാണ്. ഈ രണ്ട് ഷിർക്കിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് ചെയ്യുമ്പോൾ എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏക ദൈവ വിശ്വാസം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസത്തിൻ്റെ നേരെ മാറ്റമാണ് ബഹുദൈവ വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹത അള്ളാഹുവിന് മാത്രമാകുന്നു ആണ് കലിമ നമ്മൾ പഠിപ്പിക്കുന്നത്. ആരാധനയ്ക്ക് അർഹത അള്ളാഹു മാത്രമാകുന്നു. ഇത് പഠിപ്പിക്കുവാനാണ് 1,24,000 പരം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി. അതിനർത്ഥം ആരാധനയ്ക്ക് അർഹത അള്ളാഹു മാത്രമാകുന്നു. ഇതാണ് തൗഹീദ്. ഈ തൗഹീദിന്റെ നേരെ മാറ്റമാണ് ഷിർക്ക്. ആരാധനയ്ക്ക് അർഹത അള്ളാഹു അല്ലാത്ത വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ വകവെച്ച് കൊടുക്കലാണ് ഷിർക്ക്, ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ആലിഹത്ത് ആരാധനയ്ക്ക് അർഹത ഉണ്ട് എന്ന് വിശ്വസിക്കൽ. ഉദാഹരണം, മുഹ്യിദ്ദീൻ ഷെയ്ഖ് ആരാധനയ്ക്ക് അർഹതയുള്ള ദൈവമാണെന്നോ, മമ്പുർത്ത തങ്ങൾ ആരാധനയ്ക്ക് അർഹതയുള്ള ദൈവമാണെന്നോ, ഭീമ ബീബി ആരാധനയ്ക്ക് അർഹതയുള്ള ദൈവമാണെന്നോ, അല്ലെങ്കിൽ മുത്തു നബി ആരാധനയ്ക്ക് അർഹതയുള്ള ദൈവമാണെന്നോ, അല്ലെങ്കിൽ ബദരീങ്ങൾ ആരാധനയ്ക്ക് അർഹതയുള്ള ദൈവമാണെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാകുന്നു, കാഫിറാകുന്നു. അവൻ മുശ്രിക്കുമാകുന്നു, കാഫിറുമാകുന്നു. അവൻ അർത്ഥത തിന്നൽ നിഷിദ്ധമാകുന്നു, ഹറാമാകുന്നു. മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു. മരിച്ചു പോയാൽ മുഅ്മിനുകൾ കിടക്കുന്ന ഖബർസ്ഥാനിൽ അടക്കാൻ പാടില്ല. അവൻ ഭാര്യ ഇസ്ലാമിന് പുറത്തു പോയാൽ വിവാഹബന്ധം വേർപെട്ടു പോകും. അങ്ങനെ അതാണ് ആ ഒരു ഷിർക്കാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഷിർക്ക്, ബഹുദൈവ വിശ്വാസം. ഏറ്റവും പൊറുക്കപ്പെടാത്ത പാപം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഏറ്റവും വലിയ കൊടിയ പാപമാകുന്നു ഷിർക്ക്. അങ്ങനെ മുശ്രിക്കായാലോ അവൻ കാഫിറാകുന്നു. എല്ലാ മുശ്രിക്കീങ്ങളും കാഫിറാണ്, പക്ഷെ എല്ലാ കാഫിറും മുശ്രിക്കുകൾ അല്ല. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. നിഷേധികൾ അള്ളാഹുവിനെ വിട്ട് ദൈവങ്ങളെ നിർമ്മിച്ചു, അവരെ സഹായിക്കുവാൻ വേണ്ടി. ദൈവങ്ങൾ എന്ന വിഷയം, അപ്പം അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോ വ്യക്തികളോ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കലാകുന്നു ബഹുദൈവ വിശ്വാസം. മുഹ്യിദ്ദീൻ ഷെയ്ഖോ മമ്പുറത്തങ്ങളോ ബദരീങ്ങളോ ആരാവട്ടെ, എത്ര മഹാനാവട്ടെ, അവരൊക്കെ അള്ളാഹുവിനെ കൂടാതെയുള്ള ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അവൻ കാഫിറുമാകുന്നു, ഇസ്ലാമിന് പുറത്തു പോകുന്നു. അപ്പം ഷിർക്ക് എന്നുള്ളത് വിശ്വാസത്തിൽ പരിമിതമാണ്. തൗഹീദ് വിശ്വാസത്തിൽ പരിമിതമായതുപോലെ ഷിർക്കും വിശ്വാസത്തിൽ പരിമിതമാണ്. തൗഹീദ് ചെയ്യാൻ പറ്റാത്തതുപോലെ ഷിർക്കും ചെയ്യാൻ പറ്റുകയില്ല. തൗഹീദ് പ്രവർത്തനത്തിൽ വരുന്നതല്ല, അതുപോലെ ഷിർക്കും പ്രവർത്തനത്തിലുള്ളതല്ല. ഒരു മുശ്രിക്കായ മനുഷ്യൻ പള്ളിയിൽ കയറി നിസ്കരിച്ചു എന്ന് കരുതി അവനെ മുവഹിദ് എന്ന് പറയാൻ പറ്റൂല. അതേപോലെ ഷിർക്കിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവൻ മുശ്രിക്കാവൂല, അവൻ കാഫിറാവും. അതാണ് ഇസ്ലാമിക വിധി. ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ പേര് കാഫിറെന്നാകുന്നു, അവൻ മുശ്രിക്ക് എന്നല്ല. മുശ്രിക്കാകണമെങ്കിൽ അള്ളാഹുവിനെ കൂടാതെയുള്ളവരെ ദൈവമാണെന്ന് വിശ്വസിക്കണം. അള്ളാഹു മാത്രമാണ് യാ ഇലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ. അവൻ അല്ലാത്ത ഒന്നും ആരാധനയ്ക്കർഹതയില്ല. ആരാധനയ്ക്കർഹത അള്ളാഹു അല്ലാത്ത വ്യക്തികൾക്കോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ വസ്തുക്കൾക്കോ വകവെച്ച് കൊടുക്കലാണ് ഷിർക്ക്. അതാണ് ബഹു ദൈവവിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സലഫികൾ പരിചയപ്പെടുത്തുന്ന ഈ ഷിർക്കിന് ഇസ്ലാമുമായി ബന്ധമില്ല. എന്താണ് കാരണം? ഞാൻ ഇൻഷാ അല്ലാഹ് വിവരിക്കും. മൗലിദ് ഓതിപ്പിക്കുന്നു, നാരിദ് സ്വലാത്ത് ചെല്ലിപ്പിക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദു ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി മുറാദി എന്ന് ചെല്ലിപ്പിക്കുന്നു. ഇത് ചെല്ലുന്നവരൊക്കെ എന്താണ്? മുശ്രിക്കീങ്ങളാകുന്നു എന്നാണ് സലഫികൾ വിശ്വസിക്കുന്നത്. മക്കത്തെ മുശ്രിക്കീങ്ങളെ പോലെ മുശ്രിക്കീങ്ങളാകുന്നു ഇവരൊക്കെ എന്നാണ് സലഫികൾ വിശ്വസിക്കുന്നത്. പക്ഷേ സലഫികൾ എന്ത് ചെയ്യുന്നു? അവർ അർത്താൽ തിന്നുന്നു. ആ വിശ്വാസം കൊണ്ട് അവൻ മുശ്രിക്കും കാഫിറുമാണല്ലോ.
അപ്പോൾ ആ മക്കത്തെ മുശ്രിക്കീങ്ങൾ വിശ്വാസമുള്ള മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമുള്ള ആ സമസ്തക്കാരിൽ നിന്ന് സലഫികൾ അല്ലാത്തവർ അർത്ഥത് ഈ സലഫികൾ തിന്നുന്നു, അവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുന്നു, അവർ ഇമാമത്ത് നാൾ തുറന്ന് നമസ്കരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, ഓ സഹോദര, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഏത് സഹാബി പറ്റിനാണ് മക്കത്തെ മുശ്രിക്കീങ്ങൾ അർത്ഥത് തിന്നിട്ടുള്ളത്? ഒന്നുകിൽ നിങ്ങൾ വിശദീകരിക്കണം. മക്കത്തെ മുശ്രിക്കീങ്ങൾ മരിച്ചപ്പോൾ ഏത് സഹാബി പറ്റിനാണ് മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളത്? മക്കത്തെ മുശ്രിക്കുകൾ നിസ്കരിക്കുമ്പോൾ ഏത് സഹാബി പറ്റിനാണ് തുറന്ന് നിസ്കരിച്ചിട്ടുള്ളത്? മക്കത്തെ മുശ്രിക്കീങ്ങളോട് ആരാണ് സലാം പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ വിശദീകരിക്കണം. കാര്യം, നിങ്ങൾ മക്കത്തെ മുശ്രിക്കീങ്ങളുടെ ആശയമുണ്ടെന്ന് പറയുന്ന സമസ്തക്കാർ അല്ലെങ്കിൽ തബ്ലീഗുകാർ അവർ അർത്ഥ നിങ്ങൾ തിന്നുന്നു. എന്തടിസ്ഥാനത്തിൽ? നിങ്ങൾ വിശ്വാസമനുസരിച്ച് അവർ മുശ്രിക്കും കാഫിറുമാണ്. അർത്ഥ തിന്നാൻ പാടില്ല, മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുവാൻ പാടില്ല, തുറന്ന് നിസ്കരിക്കുവാൻ പാടില്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വേദന്മാരാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെളിവ് നിങ്ങൾ ഹാജരാക്കണം. ഇന്ന അടിസ്ഥാനത്തിൽ മക്കത്ത് ഇന്ന സ്വഹാബി പര്യൻ ഇന്ന മുശ്രിക്ക് മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തക്കാരായ മുശ്രിക്കുകൾ മരിക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നത്. നിങ്ങൾ സമർത്ഥിക്കണം. അല്ലെങ്കിൽ ഇന്നയാള് ഇന്ന വ്യക്തി ഇന്ന മുശ്രിക്ക് നിസ്കരിച്ചപ്പോൾ ഇന്ന സഹാബി തുറന്ന് നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് സമസ്തക്കാരായ മക്കത്ത് മുശ്രിക്ക് വിശ്വാസമുള്ള സമസ്തക്കാർ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ സലഫികളല്ലാത്ത നിസ്കരിക്കുമ്പോൾ തുറന്ന് നിസ്കരിക്കുന്നത് നിങ്ങൾ വ്യക്തമാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം വേദമാണെന്നും അത് തെറ്റാണെന്നും ഇസ്ലാമികമല്ലെന്നും നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങൾ തബ്ലീഗാരായ അശ്അരികളായ സമസ്തക്കാരും മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം പേറുന്നവരാണെന്ന് നിങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ദഅവത്ത് നടത്തുകയും ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ കുടുംബത്തിൽ ചെന്നിട്ട് വിവാഹാലോചന നടത്തുന്നു, വിവാഹം കഴിക്കുന്നു. എന്നടിസ്ഥാനത്തിൽ അവർ കാഫിറല്ലേ? നിങ്ങളുടെ വിശ്വാസത്തിൽ മുശ്രിക്കുകളെല്ലാം കാഫിറുകളാണ്. ആ കാഫിറുകളായ സമസ്തക്കാരുടെയും നിങ്ങൾ വിശ്വാസം അനുസരിച്ച് കാഫിറുകളായ സമസ്തക്കാരുടെയും കാഫിറുകളായ തബ്ലീഗാരുടെയും കുടുംബത്തിൽ പോയി വിവാഹം അനുവദിക്കാൻ നിങ്ങൾക്ക് എന്താണ് രേഖ? മക്കത്തെ മുശ്രിക്കീങ്ങൾ അവർ മുശ്രിക്കാരിക്കവേ ഏതെങ്കിലും സഹോദരന്മാർ ചെന്നിട്ട് വിവാഹം നടത്തിയിട്ടുണ്ടോ? ആ കുടുംബത്തിൽ പോയി വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ രേഖ നിങ്ങൾ ഹാജരാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം വേദമായിരുന്നു, ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾ ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. ഒന്നുകിൽ നിങ്ങൾ രേഖ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം പിഴവായിരുന്നെന്നും സലഫി വിശ്വാസം തെറ്റാണെന്നും നിങ്ങൾ പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കണം. ഇതാണ് എനിക്ക് ഇത്തരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ശിർക്കിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. ഇബാദത്ത് വരുന്ന ശിർക്ക് രണ്ടാമത്തെ ശിർക്കാണ്. قال رسول الله صلى الله عليه وسلم إن أخوف ما أخاف عليكم الشرك الأصغر. സഹാബാക്കളെ, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഭയമുള്ളത് ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാകുന്നു. ഖാലൂ, സഹാബത്ത് ചോദിച്ചു, മശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ചെറിയ ശിർക്ക് എന്താണ് നബിയേ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അരിയാഉ, ലോകമാന്യതയാണ്. രണ്ടാമത്തെ ശിർക്ക് ലോകമാന്യതയാണ്. അതായത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ ശിർക്ക് ഖുർആൻ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അല്ലാഹു ലിഖാഇനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സാലിഹാണെന്ന് ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനെ ആരാധനയോടൊപ്പം നിങ്ങളൊന്നും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഈ ശിർക്ക് ശിർക്കുലിയ ആണ്. ലോകമാനതയെക്കുറിച്ച് പറയുന്ന ശിർക്കാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല, ബഹുദൈവ വിശ്വാസം ആവുന്ന ശിർക്കല്ല. ഇബാദത്തിൽ വരുന്ന ശിർക്കുകളൊക്കെ റിയാ ആകുന്നു എന്ന് തഫ്സീറുകൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ ശിർക്കും ഈ ശിർക്കും വേണ്ട. അപ്പം ബഹുദൈവ വിശ്വാസമാവുന്ന ശിർക്ക് വിശ്വാസത്തിൽ പരിമിതമാണ്, പ്രവർത്തനത്തിൽ ശിർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ ഉള്ള വസ്തുക്കളോ വ്യക്തികളോ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരൂ, അല്ലെങ്കിൽ ശിർക്ക് വരുന്നതല്ല എന്നാണ് ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണിച്ചുകൊണ്ട് ഉത്തരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, പിന്നെ തബ്ലീഗ് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ ഇത്രമാത്രം കടുത്ത ശിർക്ക് പേറുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ മന്നാനിയുടെ സംഭാഷണം എന്ന ആമുഖമായിട്ട് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു 70-80% വൈകാരികതയാണ്.
ഞങ്ങൾ ഇത്രയും വലിയ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തബലീഗുകാരും സമസ്തക്കാരും കൂട്ടിയാണ് പറയുന്നത്. തബലീഗുകാരും സമസ്തക്കാരും മൂപ്പരെപ്പോഴും കൂട്ടി കൂട്ടി പറയാണ്. മുമ്പൊരു മന്നാനി പറഞ്ഞ പോലെ സമസ്തക്കാർ നല്ല തനിച്ച നമ്പർ പവന്മാറ്റ് അഹ്ലുസുന്ന വൽ ജമാഅത്താണെന്ന് പറഞ്ഞില്ലേ. എന്നിട്ടോ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയം സ്വീകരിക്കുന്ന സലഫികളെ തള്ളി പറയുകയും ചെയ്തു. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എന്നിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കാര്യം എന്താണ്? ഞങ്ങൾ തബലീഗുകാരും സമസ്തക്കാരൊക്കെ വലിയ ശിർക്കിൻ്റെ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശിർക്കന്മാരായ ആളുകളെ അവരർത്ഥത് കഴിക്കുമോ, അവരെ പിന്നിൽ നിസ്കരിക്കുമോ? ഇങ്ങനെ ബാലിശമായ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇല്ല സഹോദര, തൗഹീദ് വ്യക്തമായി പഠിച്ച ആളുകൾ പ്രത്യക്ഷമായി ശിർക്ക് ചെയ്യുന്ന ഒരാളുടെ പിറകിൽ നിസ്കരിക്കൂല. ഷെയ്ഖ് ഫൗസാൻ ഹഫീദുള്ള അടക്കമുള്ള ആളുകളുടെ ഫത്വ ഞാൻ ഇട്ടുതരാം. സലഫികൾ നിസ്കരിക്കൂല. ഞങ്ങളിനി അത് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളെ വേക്കിൽ നിസ്കരിക്കാൻ നടക്കുക ഞങ്ങളെന്ന്. പക്ഷേ ഇവിടെ സമസ്ത എന്നറിയപ്പെടുന്ന തബ്ലീഗ് എന്നറിയപ്പെടുന്ന എല്ലാവരും നിങ്ങളെ പോലെ അല്ല. പലർക്കും കഥ ഉണ്ട്, അവർ കേട്ടു പഠിക്കുന്നുണ്ട്. പല കാരണങ്ങളാലും പാരമ്പര്യം കാരണത്താലും ഒക്കെ അതിൻ്റെ കൂടെ നടക്കുമ്പോഴും അവർ ശിർക്ക് ഒഴിവാക്കിയിട്ടുണ്ടാവും. മൊയ്തീൻ ശേഖബദരിങ്ങളെ എന്ന് വിളിക്കാത്തവരുണ്ട്, കുത്തുബിയത്ത് നടത്താത്തവരുണ്ട്, നബിദിനം കഴിക്കാത്തവർ വരാനുണ്ട്. എന്നാലും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും കുടുംബപരമായിട്ടൊക്കെ അത് ഈമാനിൻ്റെ ഏറ്റപ്പെട്ടതിൻ്റെ ഭാഗമാണ്. അങ്ങനെ തന്നെ അവരുടെ കൂടെ തുടരുന്നവരുണ്ടാവും. അത്തരം ആളുകൾ പിറകിലൊക്കെ നമ്മൾ നിസ്കരിച്ചു തരും. പ്രത്യക്ഷമായിട്ട് ശിർക്കും കുഫറും ചെയ്യുന്ന, ബദരീങ്ങളെന്ന് വിളിക്കുന്ന, മൊയ്തീൻ ശേഖനെ വിളിക്കുന്ന, മനമ്പത്തടിഞ്ഞ ബീവിയെ വിളിക്കുന്ന, ഉപ്പസ്വാമി ഓച്ചറ ഉപ്പാപ്പയെ വിളിക്കുന്ന ഒരുത്തൻ്റെ പിറകിലും ഒരു സലഫി നിസ്കരിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും സലഫികൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാൻ പാടില്ല. അവരെയും നമ്മളത് തിരുത്തണം. മനസ്സിലായില്ലേ? അതുപോലെ അവരർത്ഥത് കഴിക്കൂല. ബാക്കി വിഷയങ്ങളൊന്നും അതല്ലല്ലോ നമ്മൾ ഞങ്ങൾ അത് പറഞ്ഞ് തീർക്കുന്നത്. ഇപ്പം എന്തിനാ ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു ശിർക്ക് ചെയ്യുന്ന ഒരുത്തൻ്റെ പിറകിൽ നിസ്കരിച്ചു നിൽക്കുക, അവരർത്ഥത് കഴിച്ചു നിൽക്കുക, എന്നാൽ ഞങ്ങൾ അതിനെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്നല്ല. നിങ്ങളത് തൗഹീദാവുമോ മുസ്ലിയാരെ? അപ്പോൾ അതുകൊണ്ട് ആ ജാതി വൈകാരികതയൊക്കെ അവിടെ വെച്ചിട്ട് വൈജ്ഞാനികതയിലേക്ക് വരിക. മനസ്സിലായില്ലേ? ഞാൻ ഷറഹുൽ മഖാസിദിൽ നിന്ന് ഇമാം തഫ്താസാനിയുടെ തൗഹീദിൻ്റെ നിർവചനം വായിക്കാം ആദ്യമായിട്ട്. കാരണം ഇത് വായിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഒരൊറ്റ പോയിന്റ് 15 മിനിറ്റ് സംസാരിച്ചിട്ട് ഒരു പോയിന്റ് മാത്രമേ മന്നാനി നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ പ്രമാണമല്ല, നിങ്ങളെ തൊള്ള മാത്രമേ ഉള്ളൂ. പ്രാമാണികമായിട്ട് നിങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടില്ല, ഒരു തൊള്ള മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാൽ ശിർക്കാകും. അതാണ് നിങ്ങൾ കണ്ടെത്തിയത്. ഇത് നിങ്ങൾ ആര് പഠിപ്പിച്ച? നിങ്ങൾ തൗഹീദിൻ്റെ നിർവചനം പഠിച്ചു. തഫ്താസാനിയുടെ നിർവചനങ്ങൾ തള്ളുമെങ്കിൽ അത് പറയണം. എന്താ കാരണം എന്നും പറഞ്ഞു തരണം. ഹഖീഖത്തു തൗഹീദി, തൗഹീദിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദമി ശരീക്കി ഫിൽ ഉലൂഹിയ, ആരാധ്യതയിൽ ഒരു പങ്കാളിയില്ലെന്ന് വിശ്വസിക്കലാണ്. അപ്പോൾ ഉലൂഹിയത്ത്, ആരാധ്യത, ആ വിഷയത്തിലൊരു പങ്കാളിയില്ല. ആരാധിക്കപ്പെടാനുള്ള അർഹത മറ്റൊരാൾക്കില്ല. നിങ്ങൾ ഇലാഹ് എന്ന് വിളിക്കണമെന്നില്ല മുസ്ലിയാരെ. ആരാധ്യത എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ ഇനങ്ങൾ എന്തൊക്കെയാണോ അതിലേതെങ്കിലും ഒന്ന് ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അതാണ് തൗഹീദിൻ്റെ. അതില്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദിൻ്റെ യാഥാർത്ഥ്യം. ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. എന്നിട്ട് അവിടെ നിർത്തിയല്ല, ഉലൂഹിയത്ത് വകവെച്ചു കൊടുത്താൽ മാത്രമാണ് വഖവാസിഹ, അതിൻ്റെ സവിശേഷതകൾ, ഉലൂഹിയത്തിൻ്റെ പ്രത്യേകതകൾ വകവെച്ച് കൊടുക്കാതിരിക്കലാണ് തൗഹീദ്. നിങ്ങളിത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇലാഹാണെന്ന് പറയുന്നില്ലെങ്കിലും ഉലൂഹിയത്തിൻ്റെ ഹവാസ് നിങ്ങൾ അമ്പിയ ഔലിയാക്കൾക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളെ സംഭാഷണത്തിലും പ്രഭാഷണത്തിലും അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി പറയാം, വല നിസാ അലി അഹലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആളുകൾക്ക് തർക്കമില്ല. ഫി അന്ന തദ്ബീറൽ ആലം, ഈ ലോകത്തിൻ്റെ നിയന്ത്രണം, അതേപോലെ തന്നെ വഹൽക്കൽ അജ്സാം, ശരീരങ്ങളുടെ സൃഷ്ടിപ്പും. പിന്നെ പറഞ്ഞു വസ്തിഹ്ഖാഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ അർഹത, ഇബാദത്തിൽ എന്തൊക്കെ ഉൾപ്പെടുമോ അതെല്ലാം അർഹിക്കുന്നത്. അതേപോലെ തന്നെ വഖിദമുമായ ഖൂബി നഫ്സിഹി കുല്ലിഹാ മിനൽ ഖവാസ്, അതൊക്കെ എന്താണ്? അള്ളാഹുവിന് ഏത് കാര്യവും അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത വിധം അള്ളാഹുവിൻ്റെ കൂടെയുള്ളതാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഖവാസിൽപ്പെട്ടതാണ്. ഇത് ഷറഹുൽ മഖാസിദിൽ പറഞ്ഞു. അപ്പോൾ ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് മുസ്ലിയാരെ ഇസ്തിആദത്ത്, ശരണതേട്ടം. അതിൽപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം. നിങ്ങൾ തന്നെ ഇവിടെ എന്താ ഈ സംഭാഷണം ഇർത്തക്കബത്ത് ചൊല്ലിയില്ലേ? ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് നിങ്ങൾ ചൊല്ലിയെങ്കിലും പച്ച ശിർക്ക് ചെയ്ത് മുശ്രിക്കാവുന്ന വഴിയിലേക്ക് സഞ്ചരിക്കല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളെപ്പോലുള്ള ആളുകളെ ഈ ശിർക്കിൽ നിന്ന് കരകയറ്റലാണ് ഞങ്ങളുടെ ജോലി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പച്ച ശിർക്കിലേക്കാണ് നിങ്ങൾ പോയിട്ടുള്ളത്. കാരണം എന്താ? വമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാ പാപം പൊറുക്കാനുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാം മുഹമ്മദ് നബി ഉണ്ട്. എന്നിട്ട് ഇർത്തക്കബത്തു അലൽ ഖത്താം, മുഹമ്മദ് നബിയോട് പാപങ്ങൾ ഏറ്റു പറയാം. അങ്ങനെ ഉണ്ടോ? ജീവിച്ചിരിക്കുന്ന നബിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ വിഷയാവതരണം തന്നെ വ്യക്തമാക്കി. അതുണ്ട്, അതല്ലല്ലോ. ഇത് മരണപ്പെട്ടു, നമ്മളെ വിളി കേൾക്കാത്ത, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു എന്നറിയാത്ത, അത് ഞാൻ വെറുതെ പറയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നടക്കുന്ന ഒരു കാര്യവും അറിയുന്നില്ല എൻ്റെ പൊന്നു മന്നാനി. എന്താ തെളിവ്? ഹൗദുൽ കൗസറിൻ്റെ ഹദീസ് പഠിച്ചിട്ടില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മഹ്ശറിൽ ആദ്യമായിട്ട് ഹൗദിൻ്റെ അടുത്തേക്ക് വരിക. അവിടെ എത്തിക്കഴിയുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട സത്യവിശ്വാസികൾ, മുവഹിദുകൾ, സുന്നത്തിൻ്റെ ആളുകൾ ഹൗദിങ്കലേക്ക് ഓടി വരും. അപ്പോൾ ചില ആളുകൾ അവിടെ മാറ്റി നിർത്തും. സുഹ്ഖൻ എന്ന് പറയും, ദൂരെ പോകാൻ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാകുന്നില്ല ഇതാരാ, എന്താ പ്രശ്നം, എൻ്റെ ഉമ്മത്താണല്ലോ, നബിയുടെ ഉമ്മത്താണെന്ന് നബിക്ക് എങ്ങനെ മനസ്സിലായി? ഒന്നുകിൽ നബിയുടെ കൂടെ ജീവിച്ചവരുണ്ടാവും, പക്ഷേ മുനാഫിക്കുകളായിരിക്കും. നബിക്കത് മുനാഫിക്കാണെന്ന് മരിക്കുന്നവരെ അള്ളാഹു അറിയിച്ചു കൊടുക്കാത്തതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വുളുവിൻ്റെ അവയവങ്ങൾ അത് പ്രത്യേകമായി തിളങ്ങുമല്ലോ, വുളുവിൻ്റെ ആ അടയാളം കൊണ്ടും പ്രകാശം കൊണ്ടും ഇതെൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ട് ഉമ്മത്തി അത് എൻ്റെ ഉമ്മത്താണല്ലോ, പിന്നെ എന്തിനാ അവരെ ഇവിടെ നാട്ടിപ്പായിക്കുന്നത് ചോദിക്കും. സഹാബി എൻ്റെ ആളുകളാണല്ലോ എന്നൊക്കെ പറയും. ഉസൈഹാബി ഇങ്ങനെ തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന മറുപടി എന്താണ് മന്നാനി? ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിൻ്റെ കാലശേഷം അവർ പുതുതായി കൊണ്ടുവന്നത് നീ അറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അവർ കുത്തുബിയത്ത് കൊണ്ടുവന്ന് നീ അറിഞ്ഞിട്ടില്ല. അവർ ക്രിസ്ത്യാനികളെപ്പോലെ യഹൂദികളെപ്പോലെ ജന്മദിനാഘോഷം കൊണ്ടുവന്ന് നീ അറിഞ്ഞിട്ടില്ല. അവർ ക്രിസ്ത്യാനികളെപ്പോലെ യഹൂദികളെപ്പോലെ ഖബർ കെട്ടിപ്പൊക്കിയത് നീ അറിഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളെപ്പോലെ യഹൂദികളെപ്പോലെ അവരിലെ മുശരിക്കുകളെപ്പോലെ ഖബറാളികളെ വിളിച്ച് തേടിയത് നീ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യവും അവർ ബിദ്അത്തായി ചെയ്തു കൂട്ടിയ ഒരു സംഗതിയും നീ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബിദ്അത്തുകൾ മനസ്സിലായില്ലേ, വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള ബിദ്അത്തുകൾ ചെയ്തതിൻ്റെ പേരിലാണ് ഹൗദിൽ നിന്ന് അവർ ആട്ടി അകറ്റപ്പെടുന്നത്. ഫഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. അപ്പോൾ നബി ഒന്നും അറിയുന്നില്ല. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഇവിടുന്ന് നബിയെന്ന് വിളിച്ചാൽ ഒക്കെ നബി അത് കേൾക്കണം, അറിയണം, എന്നിട്ട് ശഫാഅത്ത് ചെയ്യണം, ഒക്കെ നടക്കുന്നല്ല, അത് നടക്കൂല എന്നാണ് മുസ്ലിയാരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇനി നിങ്ങൾ കേട്ടോ, ഞാൻ കൃത്യമായിട്ട് പറയാം, ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് എന്ത്, അള്ളാഹുവിലേക്ക് ഇവർ അടുപ്പിക്കും എന്ന് വിശ്വസിച്ചാലും മതി. ശഫാഅത്ത് ചെയ്തുകൊണ്ടോ മറ്റോ അത് വിശ്വസിച്ചാലും ആ നിലക്ക് നിങ്ങൾ റബ്ബിനോട് തേടേണ്ട ഇസ്തിഗാസ അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ ഇസ്തിആദത്ത്, ശരണതേട്ടം, അത് നിങ്ങൾ ഈ അംബിയ ഔലിയാന് കൊടുത്താൽ അത് അവരെ ഇലാഹാക്കലാണ്. നിങ്ങൾ ഇലാഹ് എന്ന് പ്രത്യേകിച്ച് സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇമാം റാസി റഹിമഹുള്ള പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇടുന്നത്. അജ്മാ കുല്ലുൽ അംബിയായി അലൈഹിമുസ്സലാം, എല്ലാ അംബിയാക്കൾക്കും ഇജ്മാ ഉള്ളൊരു വിഷയമുണ്ട്. അലാ അന്ന ഇബാദത്ത ഗൈരില്ലാഹി തആല കുഫ്റുൻ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കൽ കുഫറാണ്. എങ്ങനെ? സവാഅൻ ഇഅ്തഖദു ഫീ ദാലിക്കൽ ഗൈരി കൗനു ഇലാഹലിൽ ആലം. മനസ്സിലായല്ലേ? ലോകത്തിൻ്റെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലും, അപ്പോൾ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ കുഫറാണ്. അതുകൊണ്ട് മാത്രമാണോ? അല്ല. അവി ഇഅ്തഖദു ഫീഹി അന്ന ഇബാദത്തഹു തുഖർരിബുഹും ഇലല്ലാഹി, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. ഇലാഹ് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നേരെ മറിച്ച് ഇസ്തിഗാസയും ഇസ്തിഗ്ഫാറും ഇസ്തിആദത്തും തവക്കുലും ഇനാബത്തും, ഇങ്ങനെ അതുപോലെ തന്നെ അഭൗതികമായ ഭയം, അഭൗതികമായ പ്രതീക്ഷ, അഭൗതികമായ സ്നേഹം, ഇങ്ങനെയുള്ള റബ്ബിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ, ഇബാദത്തിൻ്റെ ഇനങ്ങൾ, അത് സൃഷ്ടികൾക്ക് അള്ളാഹുവിലേക്ക് അവരടുപ്പിക്കുമെന്ന വിശ്വാസത്തിൽ നിങ്ങൾ സമർപ്പിച്ചാൽ അതും കുഫറാണ്. കാരണം എന്താ? ലിഅന്നൽ ഇബാദത്ത് നിഹായത്തു തഅ്ലീം, തഅ്ലീമിൻ്റെ അങ്ങേയറ്റമാണ് ഇബാദത്ത്. അപ്പോൾ നിങ്ങൾ ഇലാഹി എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇലാഹിൻ്റെ സിഫത്തുകൾ നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നു. അകലെ ദൂരെ എന്ന് വ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ ഏത് ദിക്കിൽ നിന്ന് എത്രായിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ എത്രായിരം ഭാഷയിൽ വിളിച്ചാലും ഒരുമിച്ച് വിളിച്ചാലും അതെല്ലാം ഈ അമ്പിയാക്കളും ഔലിയാക്കളും കേൾക്കും. എന്നിട്ട് റബ്ബിൻ്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു വിശ്വാസമൊന്നും മക്കയിലും മുശ്രിക്കിനും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരത് ഇലാഹാണെന്ന് സമ്മതിച്ചു, നിങ്ങളത് ഇലാഹാണെന്ന് സമ്മതിക്കുന്നില്ല. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത്ത വഹുവ യദൂ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലന്നാർ. ആരെങ്കിലും ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാളെ സമനായി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതേപോലെ തന്നെ വേറൊരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കുന്നു, അങ്ങനെ മരിച്ചാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഇവിടെ ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നൊന്നും ഈ ആയത്തിലില്ല. മനസ്സിലായില്ലേ? പിന്നെ മുസ്ലിം വലിയൊരു ഗുരുതരമായ അബദ്ധം പറഞ്ഞിട്ടുണ്ട്. തൗഹീദും ശിർക്കും വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തനത്തിൽ വരുന്നതല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അവരല്ല. നിസ്കാരത്തെക്കുറിച്ച് ഈമാൻ എന്ന് പറഞ്ഞില്ലേ ഖുർആനിൽ? നിങ്ങൾ ഈമാൻ പാഴാക്കണ്ടെന്ന് പിന്നെ ഖുർആൻ പറഞ്ഞത് നിസ്കാരത്തെക്കുറിച്ചല്ലേ മുസ്ലിയാരെ? അത് ഞാൻ വേറെ വിശദീകരിക്കാം അടുത്ത ഘട്ടത്തിൽ. നിങ്ങളത് കൂടുതൽ പറ. നിങ്ങൾക്ക് അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ച് പിഴച്ച കക്ഷികളുടെ എന്തൊക്കെ വിശ്വാസങ്ങൾ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെന്ന് ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് നമുക്കിവിടെ തെളിയിക്കാം. ഞാനൊരു സംഗതി പറയാം. അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു ക്രിസ്ത്യാനിയായിരിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു കുരിശുണ്ട്. അദ്ദേഹം തന്നെ പറയാണ്, ഇമാം ഇബ്നു ജരീർ തബരി ഉദ്ധരിക്കുന്നു, ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങൾ സ്വഹീഹായി വന്നിട്ടുള്ള, അത്തൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫി ഉനുഖി സ്വലീബുൻ മിൻ ദഹബിൻ, ഞാൻ റസൂലിൻ്റെ അരികിൽ ചെന്നു, എൻ്റെ കഴുത്തിൽ സ്വർണ്ണത്തിൽ നിന്നുള്ളൊരു കുരിശുണ്ട്. ഫഖാല, അപ്പോൾ പറഞ്ഞു, യാ അദിയു, അദിയെ ഇത്രഹ ഹാദൽ വസൻ മിൻ ഉനുഖിക്, നിൻ്റെ കഴുത്തിൽ നിന്ന് ഈ വിഗ്രഹം നീ എടുത്തു കളയണം. ആ കുരിശ് ഇലാഹാണ് എന്ന് അദി വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലേ?
മന്നാനി പറയണം. നീ ആ വിഗ്രഹത്തെ വലിച്ചെറിയുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ കുരിശ് ഇലാഹാണ് എന്ന് പിന്നെ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടോ അല്ലേ? മാത്രമല്ല അദ്ദേഹം തുടർന്നുള്ള സംഭാഷണങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത്തഹദു അഹ്ബാറഹും വറുഹുബാനഹും അറബാബും മിന്ദൂനില്ല എന്ന് പറഞ്ഞപ്പോൾ പുരോഹിതന്മാരെയും പാതിരിമാരെയും അള്ളാനെ കൂടാതെ റബ്ബാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ റബ്ബാക്കുന്നില്ലല്ലോ എന്നല്ല, ഞങ്ങൾ പുരോഹിതന്മാരെയും പാതിരികളെയും റബ്ബാക്കുന്നില്ലല്ലോ, റബ്ബാക്കുന്നില്ല ഇലാഹാക്കുന്നില്ലല്ലോ. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നത്, അവർ ഹലാലിനെ ഹറാമാക്കിയാൽ അത് ഹറാമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? അവർ ഹറാമിനെ ഹലാലാക്കിയാൽ അതിനെ ഹലാലായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഹറാം ഹലാൽ നിശ്ചയിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? അപ്പോൾ ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ലേ? ഇങ്ങനെ വിശ്വസിച്ചാലും എന്താവും? അത് ശിർക്കായിട്ട് മാറും. അപ്പോൾ ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്ന് നിങ്ങൾ പറഞ്ഞത് പ്രമാണവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണ്, തനിച്ച മൗഢ്യമാണ്. നിങ്ങൾ ഈ പോയിൻ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഈ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ബാക്കിയൊക്കെ നിങ്ങൾ ബാക്കിൽ നിസ്കരിക്കുന്നുണ്ടോ? ഞങ്ങൾ അർത്ഥം കഴിക്കുന്നുണ്ടോ? ഈ ജാതി ചോദ്യമല്ലേ? അതിനൊന്നും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അതിനുള്ള ഉത്തരം. ഇനി ഇമാം നവവി റഹിമഹുല്ലാഹ് കൃത്യമായി പഠിപ്പിച്ചു അല്ലേ, ഇദാ സഅൽത ഫസ്അലില്ലാ, നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പം റബ്ബിനോട് ചോദിക്കേണ്ട ഒരു വിഷയവും സൃഷ്ടികളോട് ചോദിക്കേണ്ട സാഹചര്യം ലോകത്ത് നിലനിൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിച്ച ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സൃഷ്ടിയോട് ചോദിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അത് മുസ്ലിം എന്ത് ചെയ്യണം? തെളിയിക്കണം. കാരണം ഈ ആയത്ത് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് ഇശാറത്തൻ ഇല അന്നൽ അബ്ദ ലാ യംബഗി ലഹു അൻ യുഅല്ലിഖ സിറഹു ബിഗൈരില്ല, അവൻ്റെ അന്തരംഗങ്ങൾ രഹസ്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർക്കുന്നത് പാടില്ലാത്തതാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. അപ്പോൾ സൃഷ്ടികളിലേക്ക് ചേർക്കാൻ പാടില്ലാത്ത കാര്യത്തിലാണ് ഈ സുആല് പെടുത്തിയത്. ഇത് സാധാരണ ചോദ്യമല്ല, ഇത് പെണ്ണുങ്ങളോട് വെള്ളം എടുത്ത് തരാൻ പറയുന്ന വർത്താനല്ല. മനസ്സിലായില്ലേ? ബൽ മറിച്ച് യതവക്കലു അലൈഹി ഫി സായിരി ഉമൂരി, അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കണം. അപ്പം തവക്കുല് അത് ജാറത്തിൽ മറമാടപ്പെട്ട ശൈഖിനോട് പറ്റൂല. റബ്ബിനോട് ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടുത്ത്. ഇവിടെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഹജ്ജിന് പോകുന്നതിന് ജാറത്ത് പോകുന്നതിന് യാത്ര സുരക്ഷിതമായിരിക്കാൻ ഈ ജാറത്തിൽ തവക്കുലാക്കിയാണ് പോകുന്നത്. അതെന്താ വിശ്വാസം? മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ച പോലെ തന്നെ അവർ സ്വയം കഴിവുകൊണ്ട് സഹായിക്കുന്ന വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിട്ടില്ല. അത് തെളിയിക്കാൻ ഞാൻ മുസ്ലിയാരെ വെല്ലുവിളിക്കുകയാണ് സ്വയം കഴിവുകൊണ്ടാണെന്ന്. ഖുർആൻ പറഞ്ഞത് ഞാനിവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനിവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ തൽബിയത്തിൽ ഇല്ലാ ശരീക്കൻ ഹുവലക്ക തംലിക്കുഹു അമലക്കെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഏതൊരു ഇലാഹിൽ വിശ്വസിക്കുന്നുണ്ടോ അവനെയും അവൻ്റെ കഴിവുകളെയും അള്ളാഹുവെ നീയാണ് ഉടമപ്പെടുത്തിയത്. അപ്പോൾ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന നിലക്കല്ലാതെ ഒരു വലിയനെയും ഷെയ്ഖിനെയും അവർ വിളിച്ചിട്ടില്ല, ഒരു ഷെഫേനെയും അവർ കണക്കാക്കിയിട്ടുമില്ല. ശരി, ഇനി ഇമാം നവവിയുടെ വാക്കിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു സുമ്മ ഇൻകാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹ, ചോദിക്കുന്ന ആവശ്യമാണെങ്കിൽ ലം തജ്രിൽ ആദ, അത് പതിവിൽ ബിജറിയാനിഹ, നടക്കുക പതിവില്ലാത്തത്, അത് പതിവായി നടക്കാത്ത കാര്യമാണെങ്കിൽ അല ഐദി ഹൽഖി, സൃഷ്ടികളുടെ കരങ്ങളുടെ, ഇതൊന്ന് മന്നാന് വിശദീകരിക്കണം. സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കുക പതിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് സൃഷ്ടികളുടെ കരങ്ങളിലൂടെ സബബും മുസബബിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച കാര്യം. രണ്ട് സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കുകയില്ലെന്നും അള്ളാഹു തീരുമാനിച്ച കാര്യം. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ അല്ലേ നിങ്ങൾ ആദ്യം വ്യക്തമാക്കണം. റബ്ബ് മാത്രം ചെയ്യുന്ന വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് എൻ്റെ വിഷയാവതരണത്തിന് ഉദാഹരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഇമാം നവവി പറയുന്നത് ഞാൻ ഇവിടെ കേൾപ്പിക്കാം കേട്ടോ. എന്താ റബ്ബ് മാത്രം ചെയ്യുന്ന സൃഷ്ടികളുടെ കരങ്ങളിലൂടെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ എന്താ? തൊലബിൽ ഹിദായത്തിന് ആവശ്യപ്പെടൽ, വൽ ഇൽമിനെ ആവശ്യപ്പെടൽ, വൽ ഫഹ്മി ഫിൽ ഖുർആനി വസുന്ന, ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടൽ, വശിഫ ഇൽ മറദി, രോഗശമനം ആവശ്യപ്പെടൽ, വഹുസൂലിൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വ അദാബിൽ ആഖിറ, ദുനിയാവിൻ്റെ ദുരിതങ്ങളിലും പരലോകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ആഫിയത്ത് സൗഖ്യത്തെ ചോദിക്കൽ, സഅല റബ്ബഹു ദാലിക, ഇതൊക്കെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. ഇതൊക്കെ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ആരാ പറയുന്നത്? ഇമാം നവവി റഹിമഹുല്ലാഹ്. അദ്ദേഹം ശർഹുൽ അർബഈനിൽ അദ്ദേഹം തന്നെ അതിന് കൊടുത്ത തഅലീഖിൽ പറയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് വൈൻ കാനത്തിൽ ആജത്തുലത്തി യസ്അലുഹ ജറത്തിൽ ആദ അന്നല്ലാഹു സുബ്ഹാനഹു വതആല യുജ്രിഹ അല ഐദി ഖൽഖി, സൃഷ്ടികളുടെ കാര്യങ്ങളുടെ അള്ളാഹ് നടത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. നിങ്ങൾ നന്മയിലും തഖ്വയിലും പരസ്പരം സഹായിക്കണം എന്ന് നമ്മളെ കൊണ്ട് കഴിയും. ഇപ്പോൾ ദീന് പഠിക്കാൻ വേണ്ടി പണ്ഡിതനെടുത്താണല്ലോ പോവുക, ഒരു കച്ചവടക്കാരുടെ അടുത്തേക്കല്ലല്ലോ പോവുക. കാരണം അള്ളാഹു അവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിവിൽപ്പെടാത്ത നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് ആ സൃഷ്ടികളുടെ പരിധിയിലുള്ള ഒരു കഴിവ് കൊടുത്തിട്ട് പരിധിയുള്ള കഴിവാണ്. പരിധിയില്ലാത്ത കഴിവ് ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. എന്ത് ചോദിച്ചാലും എവിടുന്ന് ചോദിച്ചാലും അതൊക്കെ നേടിത്തരാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സാധ്യത, ഒരവസരം അള്ളാഹു സുബ്ഹാനഹു വതആല നബിക്കോ വലിയനോ കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുക എന്നുള്ള ഒരു സംഭവം,
അല്ലെങ്കിൽ ഔലിയാക്കൾ നമ്മുടെ വിളി കേട്ടിട്ട് ശഫാഅത്ത് ചെയ്യുക എന്ന സംഭവം, അതിന് തെളിവ് നിങ്ങളിവിടെ ഹാജരാക്കിയെടുത്തുള്ളതുകൊണ്ട് പറഞ്ഞാൽ പോരല്ല, തെളിവ് ഹാജരാവണ്ടേ. അങ്ങനെ ഒരു സംഭവം അത് വ്യക്തമായിട്ട് അവർ കേട്ടതും ഉത്തരം ചെയ്തതും നേരെ തിരിച്ചാണ് ഖുർആനാകട്ടെ സുന്നത്താകട്ടെ പറയുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടികളുടെ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ പോലും തൗഫീഖ് റബ്ബിനോട് ചോദിക്കണം. തൗഫീഖ് റബ്ബിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതിൻ്റെ അവസാനം പറയുന്നത് എന്താ? ഉദാഹരണങ്ങളൊക്കെ എണ്ണി പറഞ്ഞതിന് ശേഷം കലാജാത്തിൽ മുത്താലഖത്തി ബി അസാബിൽ ഹെറഫി വസനായി വ ഉലാത്തിൽ ഉമൂർ എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളികൾ, ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവർ, ഭരണാധികാരികൾ, ഇവരോടൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചോദിക്കും. അതൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു ബാർബർ എടുത്തു പോയാൽ മുടി വെട്ടിത്തരാൻ അയാൾക്ക് കഴിയും, അതുകൊണ്ടാണ് അയാളെ ചോദിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ പോലും അയാൾക്കത് ചെയ്തു തരണമെങ്കിൽ റബ്ബ് തൗഫീഖ് കൊടുക്കണം. ആ തൗഫീഖിനെ റബ്ബിനോട് ചോദിക്കാം. പക്ഷേ ആ കാര്യങ്ങൾ നമുക്ക് അയാളോട് ചോദിക്കാം. സഅലല്ലാഹു തആല അൻ യഅതിഫ അലൈഹി ഖുലൂബഹും, അവരുടെ കൽബുകൾ നമുക്ക് അനുകൂലമായിരിക്കാൻ വേണ്ടി അള്ളാഹുവോട് ചോദിക്കണം. എന്നിട്ട് ചോദിക്കേണ്ട രീതിയും ഉദാഹരണങ്ങളും അള്ളാഹു മഹന്നിൻ അലൈന ഖുലൂബ ഇബാദിക്ക വ ഇമായിക്ക എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ മാഷ്ബഹദാരിക്ക തത്തുല്യമായ പ്രയോഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ പ്രാർത്ഥിക്കാം. റബ്ബെ അവരുടെ അടുത്തേക്ക് ഞാൻ പോയാൽ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരാൻ ഉള്ള ഒരു തൗഫീഖ് നീ കൊടുക്കണേ എന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. ഇപ്പോൾ ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാൽ മാത്രമേ ശിർക്കാകൂ എന്ന മുസ്ലിയാരുടെ വാദം അത് അഹ്ലുസുന്നയുടെ വാദമല്ല. ഉലൂഹിയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഹവാസ്, അതിൻ്റെ ഹവാസിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്താൽ തന്നെ ശിർക്കായി. ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്നില്ല, നിങ്ങളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാപം പൊറുക്കാൻ മുഹമ്മദ് നബിക്ക് സാധിക്കും, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ ഹിദായത്ത് തരാൻ കഴിയും, മഴ തരാൻ കഴിയും. ഇങ്ങനെ റബ്ബ് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബ് കൊടുക്കുന്ന കഴിവുകൊണ്ട് സൃഷ്ടികൾ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. റബ്ബ് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഏതൊരു സന്ദർഭത്തിലും എല്ലായ്പ്പോഴും സൃഷ്ടികൾക്ക് ചെയ്യാൻ കഴിയും എന്ന നിങ്ങളുടെ വിശ്വാസം. അങ്ങനെ കഴിയുന്നതുകൊണ്ടാണല്ലോ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ മൊയ്തി ജഗനെയും ബദരീങ്ങളെയും മുനമ്പത്തടിഞ്ഞ ബീവിയെയും ഉപ്പസാമി ഓച്ചർ ഒപ്പാപ്പയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ കടുത്ത ശിർക്കിൽ നിന്ന് കരകയറണമെങ്കിൽ പ്രമാണത്തിലേക്കും അഹ്ലുസുന്നയിലേക്കും മടങ്ങിയേ പറ്റൂ. നിങ്ങളുടെ സൂഫിസത്തിൻ്റെയും തരീഖത്തിൻ്റെയും കെണികളിൽ നിന്നും, പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും തബ്ലീഗ് ജമാഅത്തും രക്ഷപ്പെടണം, സമസ്തയും രക്ഷപ്പെടണം, ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളും രക്ഷപ്പെടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കുള്ളത്. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ വ സല്ലല്ലാഹു അലാ നബിയ ബഅദ.